രാവിലെ എണീച്ചപ്പം പുറത്തുള്ള രാവിലെ തന്നെയുള്ള കാഴ്ചയാണിത്. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് പുഴയിലേക്ക് പോകേണ്ട പരിപാടിയാണ്. അങ്ങനെ നമ്മളെല്ലാവരും പുഴയിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ നടന്ന്, നമ്മളെ ഗൈഡ് ഇത് അജു ആണ്. അജുവിൻ്റെ പിറകെ തന്നെ നമ്മൾ രണ്ടാളിങ്ങനെ നടക്കുന്നുണ്ട്. അജു ഇങ്ങനെ നമ്മളെ വഴികാട്ടിയാണ്. ഓനിങ്ങനെ കാട്ടിലോട്ടെല്ലാം കൊണ്ടുപോകുന്നുണ്ട്. വീരല്ല അങ്ങനെ കുറച്ച് നടന്ന് ഒരു മണ്ണിട്ട റോഡിൻ്റെ അടുത്തെത്തി. പിന്നെ അവിടെ നടക്കാനുണ്ട്. അവിടെ നിങ്ങൾ മുന്നോട്ട് നടക്കുമ്പോൾ കുറേ വഴികളുണ്ട്, ഒന്നും മനസ്സിലാവില്ല. അജു ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് വഴിയൊന്നും മനസ്സിലാവില്ലേനും. അവൻ്റെ നാടായതുകൊണ്ട് പിന്നെ അവനിക്ക് പ്രശ്നമില്ല. കുറേ നടന്ന് അങ്ങനെ വേറൊരു വഴിയിൽ കയറി നമ്മൾ താറിട്ട റോഡെത്തി. അങ്ങനെ അവിടുന്ന് കുറച്ച് മുന്നോട്ടേക്ക് നടന്ന്, അപ്പോൾ പുഴ എത്താനായിട്ടുണ്ടെന്ന് തോന്നും. പുഴൻ്റെ സൗണ്ടെല്ലാം കേൾക്കുന്നുണ്ട്, വെള്ളത്തിൻ്റെ. ഇങ്ങനത്തെ പുഴ ഒഴുക്കുള്ള സ്ഥലം. നല്ല ഒഴുക്കുണ്ട്. അത് കയറില്ല, അത് ഇത് ഇവിടെ നിന്ന് എന്തായാലും കുളിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ വേറൊരു വഴിയുണ്ടെന്ന് അജു പറഞ്ഞു. അവിടെ നിന്ന് പുഴയിലേക്കെല്ലാം ഇറങ്ങാൻ വളരെ ഈസിയാണ്. അങ്ങനെ അങ്ങോട്ടേക്ക് വിട്ടു നമ്മൾ. അങ്ങനെ നമ്മളിത് വേറെ വഴിയിലെത്തിയിട്ടുണ്ട്. അങ്ങനെ ഇത് ഫുള്ള് കാടിൻ്റെ നടുക്കുള്ള വഴിയാണ്. ഇങ്ങനെ ആളെ മനുഷ്യനൊന്നും കാണുന്നില്ല, വീടുകളൊന്നുമില്ല, ഫുള്ള് കാടാണ്. ഫുള്ള് ചളിയും എല്ലാം നിറഞ്ഞിട്ടുണ്ട് മഴ പെയ്തിട്ട്. കൃഷിയും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട് അവിടെ. പിന്നെ അതെല്ലാം നോക്കി നമ്മളിങ്ങനെ ആസ്വദിച്ച് നടക്കുകയാണ്. നല്ല രസമുണ്ട്. പല ജീവികളെ സൗണ്ടും കാര്യങ്ങളും എല്ലാം കേൾക്കുന്നുണ്ട്. പിന്നെ അജു ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഫോണെടുത്ത് വീഡിയോ എല്ലാം എടുക്കുന്നുണ്ട്. അവൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോഗ്രാഫർ ആകുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറേ നേരമായി നടക്കുന്നത്. പക്ഷേ എന്നാലും ക്ഷീണം അറിയുന്നില്ല. എന്താ വെച്ചാൽ ഫുള്ള് നാച്ചുറൽ ബ്യൂട്ടിയാണ്. ഫുള്ള് കാടിൻ്റെ നടുക്കൂടെ നടക്കുന്നൊരു ഫീലാണ്. അല്ലെങ്കിൽ കാഴ്ചകളായിട്ട് നമ്മളിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അപ്പുറത്തുനിന്ന് എന്തോ ഒരാൾ മരത്തുമ്മലെല്ലാം കയറുന്നുണ്ട്. അവരെന്തോ മരത്തുമ്മൽ കയറിയിട്ട് എന്തോ പറിക്കേണ്ട പരിപാടിയാണ്. എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അതിലിങ്ങനെ കുറച്ച് നേരം നോക്കിയെന്ന്. പിന്നെ അവിടുന്ന് കുറേ നടക്കാനുണ്ട്. ഇതാണ് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, ഫുള്ള് കാടാണ്. പക്ഷെ റോഡെല്ലാം ആക്കിയിട്ടുണ്ട്. എന്തോ വണ്ടിയെല്ലാം പോകുന്നുണ്ട് ഇതിൽ. അവരെ കൃഷി ആവശ്യത്തിനായിട്ടായിരിക്കും. എന്താ വെച്ചാൽ വീടുകളൊന്നും ഇവിടെ കാണുന്നില്ല. ോട് വടി എടുക്കാൻ പറഞ്ഞത്. അപ്പോ എടുത്ത വടിയാണ് കാണുന്നത്. അതിപ്പോ കാട്ടിലെ ആള് പിടിക്കും, മരം കൊത്തി കൊണ്ടുവന്നാണ് പറഞ്ഞത്. ഇവിടെ ഫുള്ള് കവുങ്ങിന്റെ. ഇതെന്താ ബ്ലോഗർ ഇത് കാണുന്നില്ല? എന്റെ മോനെ വന്ന വരുത്താണ്ടിന കാലല്ലേ നോക്ക്. അങ്ങനെ നമ്മള് പുഴന്റെ ഏരിയത്ത് എത്താനായി ഗൈസ്. ഇതൊരു കാട്ടിലൂടെയാണ് നമ്മൾ പോകുന്നത്. കാട്ടിലൂടെയാണ്. ഇന്നത്തെ ക്യാമറമാൻ നമ്മൾ അജു ആണ്. ഇതാ പൂവെല്ലാം കാണിക്കുക. ഗൈസ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ മുമ്പ് നമ്മള് പല്ല് വേദന വരുമ്പോ പല്ലിന് വെക്കുന്ന ഒരു സാധനമാണ് ഫ്ലവർ. ഓനാ മുന്നിൽ പോന്നെന്ന് പറഞ്ഞിട്ട് വടി എൻ്റെ അടുത്ത് വാങ്ങിയിട്ടുണ്ട്. എനിക്ക് പാമ്പുണ്ടാവുന്ന പറഞ്ഞിട്ട് ഇങ്ങനെ അടിക്കല്ല. അപ്പൊ ഉള്ള പാമ്പ് ഇളകിയിട്ട് വരും. അതന്നെ ഇത് ഫുള്ള് പുല്ല് നിറഞ്ഞല്ലേ. ഇതേ നടക്കാൻ പറ്റും തോന്നില്ലേ? അഡ്വഞ്ചർ ആയിട്ട് എടുക്കണം. അതിലെ പോവാനല്ലേ.
പോകുന്ന വഴിക്ക് സപ്പോട്ട കിട്ടിയിട്ടുണ്ട്. സപ്പോട്ട സപ്പോട്ട എല്ലാം ചെറുതാണ്, പഴുത്തിട്ടില്ല. ആ കൊക്കോ കൊക്കോ അതാ പഴുത്ത കൊക്കോ അതാ മേലെ. നമ്മള് അങ്ങനെ പുഴക്കരയിലേക്ക് എത്താനായി. നടന്നുകൊണ്ടിരിക്കാന്ന്, കുറെ നേരം നടക്കുന്നു. ഇവിടെ നല്ല വയ്യല്ലേ? പൈപ്പിന് കുത്തിയല്ലുണ്ടല്ലോ. ഇതെന്തിനല്ലേ ഇത് വെള്ളം? അല്ല ഇല കുളിക്കണ്ടേ? ഇത് വേണ്ടേ? മോളെ മുളക്കാട് ആ പാറ എന്നെ കാണുന്നില്ല. നോക്കിയാ ഇത് പാറ കണ്ടോണേ, പാറ എന്നെ കാണുന്നില്ല കേട്ടതാ. അതിൽ നമ്മളിവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പുഴയിലെത്തിയിട്ടുണ്ട്. പുഴ ഭയങ്കര ഒഴുക്കാണ്. ഇനി കുളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ നല്ല ഒഴുക്കണ്ടേ? വേണ്ട വേണ്ട, അതിനായിട്ട് ആടാ പറ്റിയല്ലോ. പുഴ നല്ല ഒഴുക്കാണ്. നമ്മളിതേ നടന്നിട്ടേ പോയല്ലേ? അതുകൊണ്ട് കുളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സാഹസികമായിട്ടുള്ള വഴിയിലൂടെ നമ്മൾ വന്നത്. അതിന് കുളിക്കാൻ പറ്റിയില്ല, പുഴന്റെ ഒഴുക്ക് കാരണം. അപ്പൊ നമ്മള് തിരിച്ചു പോവാണ്. മുള്ളുള്ള പേര് അല്ലേ? മുള്ളുള്ള പേര് ഗൈസ്. ഇതെന്ത് മരാന്ന്? നിങ്ങൾക്ക് ഈ മരത്തിന്റെ പേരറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ ഇതെന്താ ഇങ്ങനെ? അതെന്നെ പിടിച്ച് വഴി മാറിപ്പോയി ഗൈസ്. ഫുള്ള് കാട് പിടിച്ചു. ഇങ്ങോട്ടൊന്നും ആരും വരുന്നില്ലാന്ന് തോന്നുന്നു. അവിടുന്ന് പിന്നെ വേറൊരു വഴിയുണ്ട് എന്ന് പറഞ്ഞു, കുളിക്കാൻ പറ്റിയ കടവുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അജു നമ്മളെ കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് നടപ്പായി. അവിടെ ഇതേപോലെ തന്നെ നടക്കാൻ കുറച്ച് റിസ്ക് ഉള്ള ഏരിയ തന്നെയാണ്. വെള്ളത്തില് മുങ്ങിയാ അങ്ങനെ? ഇവിടെയും ഭയങ്കര ഒഴുക്കാണ് ഗൈസ്. ഇവിടുന്ന് ഉള്ളി ഇങ്ങനെ അങ്ങോട്ടേക്ക് പോയിട്ട് അവിടെ കയറുന്നുണ്ട്. അപ്പൊ ഇങ്ങോട്ട് വരാൻ കഴിയില്ല. കൊണ്ടുപോകാൻ സാധ്യത ഉണ്ട്. ഇത്രത്തോളം ഇവിടെ തന്നെ മരുന്ന് നമ്മളങ്ങോട്ട് ചെയ്യുമ്പോൾ എത്രത്തോളം താഴോട്ട് പോകും എന്നറിയില്ല. അങ്ങനെ നമ്മള് തീരുമാനിച്ചു ഈ കരയിൽ നിന്ന് ഇങ്ങനെ കാലിട്ടടിച്ച് കളിക്കാൻ വിചാരിച്ച് അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇവിടുന്നാണ് നമ്മൾ നീന്തം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നീന്താ അറിയില്ലേ? അങ്ങനെയാണല്ലോ നമ്മള് പഠിക്കുന്നത്. അജു നീ ഇറങ്ങുന്നുണ്ടാ? ഇതിപ്പോ എവിടെ കൊട്ടി വെക്കാൻ? നിനക്ക് നീന്താ അറിയോ? പോട് നെജു. അപ്പൊ നെജു ഇറങ്ങാൻ പോവുകയാണ്. നജീർ നമ്മളെ ഈ കരയിൽ നിന്ന് മാത്രം കളിക്കാൻ പോകുകയാണ്. ബബിൾഗം തുപ്പിട്ട് അത് അതിന്റെ എങ്ങോട്ടാണ് ഒഴുക്കിന്റെ ഇതെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ അവിടെ ആയില്ല. എവിടെല്ലാം ആയല്ലേ നോക്ക്. ആ വള്ളീനെല്ലാം വിശ്വസിക്കാൻ പറ്റുമോ? ഓഹോ ഹോ ഞാനൊരു നാരൻ. നമ്മളിങ്ങനത്തെ ഒഴുക്കുള്ള വെള്ളത്തിൽ മഴക്കാലത്തിൽ ഇറങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ ഈ വരുന്ന വെള്ളത്തിന്റെ കളറുണ്ടല്ലോ, അത് കുറച്ചൊരു ക്ലിയർ ഉണ്ട്. ഇപ്പൊ അവിടുന്ന് മലയിടിച്ചലോ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് ഇതിന്റെ കളറ് മാറും. പക്ഷേ മണ്ണ് നല്ല കലങ്ങിയ വെള്ളം വരെ. അപ്പൊ നമ്മള് അതിലൂടെ മനസ്സിലാക്കണം അപകടം വരുന്നുണ്ട്. അപ്പൊ തന്നെ
കിട്ടിയാ മീനെ കിട്ടിയാ? വലിക്കടാ വലിക്ക്. ഇതാണാ മീൻ. എന്താ മോനെ ഇതേതാ മീന്? ഭയങ്കരൻ. വാവ്. നല്ല ചൂടുണ്ടായി ഇപ്പൊ നല്ല തണുപ്പ്. ഡയമണ്ട് കിട്ടുന്നുണ്ട്. എന്റെ എരിയത്തോട്ട. അയ്യോ നല്ല ആയുണ്ട് ഇവിടെ. ഇവിടെ നമുക്ക് അങ്ങനെ അധികം കളിക്കാൻ പറ്റില്ല. കുളിച്ചിട്ട് നമ്മൾ മടങ്ങി പോവാണ് ഗായ്സ്. കരയിലിരുന്ന് കുളിച്ച്. ഇതാണ് പുഴ. ഇതാണ് നമ്മൾ അജ്മൽ അജു. നജീറിന്റെ സ്വന്തം മളിയനാണ്. അപ്പോൾ പോയനോട് ബാബായി പറഞ്ഞ് നമ്മൾ പോവുകയാണ്. അല്ല ഇത് ടാസ്ക് ആണല്ലോ. ഇങ്ങനെ ഇടിച്ചോട്ടുക. കല്ല് ഒഴിഞ്ഞു പോകുന്നറിയില്ല. പറയണ്ടേ. ഞാൻ പിടിവള്ളി കിട്ടിയല്ലോ. വലിച്ചോ ഗൈസ്. നമ്മൾ പോകുന്ന വഴിക്ക് ഇതാ ഒരു വിചിത്രമായ ജീവിനെ കണ്ടിട്ടുണ്ട്. വണ്ടിന്റെ വർഗത്തിൽ പെട്ടാണ്. ഉണ്ടോ? ഇതിന്റെ പേരെന്താ ചോ? ഡുട്ടുമോൻ. ഇതിന്റെ പേരറിയുന്നവരെ കമന്റ് ചെയ്യുക. മെല്ലെ പോകുന്നുള്ളൂ. നമ്മളെ കണ്ടവരെല്ലാം തലയിൽ ഉള്ളിലാക്കിയ. ഇത് ഇങ്ങനെയാവുന്ന നമ്മൾ പ്രതീക്ഷിച്ചില്ല. അതിനെ തൊട്ടതേനും ഗൈസ്. അപ്പടെ ചുരുണ്ടുപോയി. സെറ്റപ്പ് സാധനം കേട്ടോ. ഇപ്പൊ നടന്നുപോയ ആ ജീവിനെ കണ്ട് അത് തൊട്ടപ്പോ ഇങ്ങനെയായി. ഇതൊരു ബോള് പോലെയായി. അതിപ്പോ ഒരു ജീവിയാന്ന് തന്നെ പറയില്ല. എന്തോ മരത്തമ്മ നിൽക്കണ കായ്യാന്നാ വിചാരിക്കുക. ആ ടൈപ്പിലായി കണ്ടോ. എന്താ സാധനം എന്നറിയില്ല. ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ചെലപ്പോ ചൊറിയൂ. ആ ധൂമാക്കി അവിടെ പോയത്. എന്താ ജെറ്റ് വിട്ടോലെ പോയത്. ഏടെ എന്ത് ഇതല്ല ഉണങ്ങും. അപ്പൊ അവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ ഉണങ്ങും. അങ്ങനെ പുഴയിൽ നിന്ന് കുളിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്ക് നല്ല വിശപ്പ്. അങ്ങനെ തന്നെ അവർ നല്ല ഫുഡെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് നജുവിൻ്റെ വൈഫ് ഹൗസിൽ. ഫുള്ള് നാടൻ ഫുഡുകളാണ്. ഫുള്ള് കറികളും പലതരം 10-20 തരം കറികളും കാര്യങ്ങളും വറവുകളും എല്ലാം ഉണ്ടായിരുന്നു. ചീര, ചമ്മന്തി, മീൻ മുളകിട്ടത്, ചിക്കൻ മുളകിട്ടത്, അങ്ങനെ കുറേ പേരറിയാത്ത സാധനങ്ങളുണ്ടായിരുന്നു. അവരുടെ സ്പെഷ്യൽ സാധനങ്ങളെല്ലാം. അങ്ങനെ അതെല്ലാം കഴിച്ച് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു ഗൈസ്.